എക്സ്പോഷർ മീറ്ററിനെ കുറിച്ചും എക്സ്പോഷർ ട്രയാങ്കിളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO എന്നിവയെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ഒരല്പം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൈഡിലേക്കാണ്. നിങ്ങൾ ഓട്ടോ മോഡിൽ ഓൾറെഡി ഒരു ഫോട്ടോ എടുത്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് മനോഹരമായ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ക്യാമറ മാനുവൽ മോഡിൽ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ക്യാമറ കയ്യിലെടുക്കുക. ഇടത് കയ്യിൽ കൈവെള്ളയിൽ ക്യാമറ വയ്ക്കുക, വലത് കയ്യിൽ ഹോൾഡ് ചെയ്യുക. ഇനി നിങ്ങളുടെ വലത് കണ്ണിലേക്ക് വ്യൂ ഫൈൻഡർ ചേർത്ത് വയ്ക്കുക. ഇതിന് മുൻപേ ആയിട്ട് നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യാൻ മറക്കരുത്. ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ സൈഡിൽ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്യാമറയുടെ ലെൻസിലുള്ള ഓട്ടോ ഫോക്കസ് എന്ന സ്വിച്ച് AF എന്ന മോഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇമേജ് സ്റ്റെബിലൈസേഷൻ അഥവാ വൈബ്രേഷൻ റിഡക്ഷൻ അത് ഓൺ ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ റെഡി ആയിക്കഴിഞ്ഞാൽ ക്യാമറയുടെ നെക്ക് സ്ട്രാപ്പ് കഴുത്തിലോട്ട് ഇട്ടേക്കുക. ഇനി ക്യാമറ എടുത്ത് വലത് കണ്ണിനോട് ചേർത്ത് വയ്ക്കുക. വ്യൂ ഫൈൻഡറിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ മുന്നിലുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഫ്രെയിം കൃത്യമാക്കി നിങ്ങളുടെ വ്യൂ ഫൈൻഡറിലൂടെ കാണുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം വ്യൂ ഫൈൻഡറിൽ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾ കുറേ എഴുത്തുകൾ കാണുന്നുണ്ടാവും. ആ എഴുത്തുകളുടെ ഇടയിൽ മധ്യത്തിലായിട്ട് നമ്മൾ നേരത്തെ വിശദീകരിച്ച എക്സ്പോഷർ മീറ്റർ കാണാൻ സാധിക്കും. ആ മീറ്റർ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വ്യക്തമായി നോക്കുക. ഇടതുവശത്താണെങ്കിൽ നിങ്ങൾക്ക് 3 കൺട്രോൾസ് ഉണ്ട് അതിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി അത് വലതുവശത്താണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഇതേ 3 കൺട്രോൾസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതിനെ 0യിലേക്ക് കൊണ്ടുവരേണ്ടത്. ഏതൊക്കെയാണ് ആ കൺട്രോൾസ്? അതാണ് എക്സ്പോഷർ ട്രയാങ്കിളിൽ കഴിഞ്ഞ സെഷനുകളിൽ വിശദീകരിച്ച ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO. ഈ 3 കൺട്രോളിൽ ഏത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് വരും. ഇപ്പോൾ നിങ്ങളുടെ ഫ്രെയിമിൽ എക്സ്പോഷർ മീറ്റർ 2 സ്റ്റെപ്പ് ഇടത്തോട്ടാണ് കിടക്കുന്നത്. അതായത് -1ൻ്റെ അടുത്തേക്കായിട്ടാണ് കിടക്കുന്നത്. ഇതിനെ 0യിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യത്തിന് തെളിച്ചമുള്ള ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? അതിനായിട്ട് 3 ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക, അതുമല്ലെങ്കിൽ ISO അഡ്ജസ്റ്റ് ചെയ്യുക. ഇതേത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ലോജിക്കുകളുണ്ട്. അത് നമ്മൾ തുടർന്ന് വരുന്ന പാഠങ്ങളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ പ്രാഥമിക പാഠം അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ലോജിക്കും ഉപയോഗിക്കാതെ എക്സ്പോഷർ മീറ്ററിനെ 0യിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 3 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഷട്ടർ സ്പീഡ് ഇടത്തോട്ട് തിരിച്ചിട്ട് മീറ്ററിനെ 0യിലേക്ക് എത്തിക്കാം. എക്സ്പോഷർ മീറ്ററിനെ 0യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡയൽ തിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ലോജിക് ഉണ്ട്. ആ ഡയലിൻ്റെ ഡയറക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ ഇടതുവശത്താണ് കിടക്കുന്നതെങ്കിൽ, അതായത് 0യിൽ നിന്നും ഇടത്തോട്ട് മാറി കിടക്കുകയാണ്. അതായത് നിങ്ങളോട് ക്യാമറ പറയാണ് നിങ്ങളുടെ ചിത്രം ഇരുണ്ടു പോകും എന്ന് പറയുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ ഉള്ളതെങ്കിൽ നിങ്ങളുടെ 3 ഡയലുകളിൽ ഏതെങ്കിലും ഒരെണ്ണം, അതായത് ഒന്നുകിൽ ഷട്ടർ സ്പീഡ്, അല്ലെങ്കിൽ അപ്പർച്ചർ, അതുമല്ലെങ്കിൽ ISO, ഈ 3ലേതും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഇടതുവശത്തേക്ക് മാറി നിൽക്കുന്ന എക്സ്പോഷർ മീറ്ററിൻ്റെ നീഡിൽ അത് വലത്തോട്ട് നീങ്ങി വന്നിട്ട് 0യിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ISO മാറ്റിയാലും അതേപോലെ സംഭവിക്കും. ISOയിലാണെങ്കിലും ISO ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡയൽ ഇടത്തോട്ട് തിരിക്കുക. ഇടത്തോട്ട് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ISO നമ്പർ ഇൻക്രീസ് ആവുകയും നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ വലത്തോട്ട് നീങ്ങി വരികയും ചെയ്യും. ഇനി ഇതേപോലെ നിങ്ങൾക്കുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ ഇപ്പോൾ ഒരു 2 സ്റ്റെപ്പ് +2ലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അതായത് ഒന്നുകിൽ ഷട്ടർ സ്പീഡ്, അല്ലെങ്കിൽ അപ്പർച്ചർ, അതുമല്ലെങ്കിൽ ISO അത് ചൂസ് ചെയ്തിട്ട് ഏതായാലും. ഷട്ടർ സ്പീഡിനാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഡയൽ തിരിച്ചാൽ മതി. അപ്പർച്ചറിനാണെങ്കിൽ ചില ക്യാമറകളിൽ ബാക്ക് സൈഡിൽ ഒരു ഡയൽ ഉണ്ടാവും. ചില ക്യാമറകൾക്ക് AV ബട്ടൺ അല്ലെങ്കിൽ +or- എന്ന് എഴുതിയിട്ടുള്ള ആ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഷട്ടർ സ്പീഡിൻ്റെ ഡയൽ തിരിക്കുകയാണ് വേണ്ടത്. ഇനി ISO ആണെങ്കിൽ ISO ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഡയൽ ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഡയൽ തിരിച്ചാലും മതി. എങ്ങനെ ആയിക്കഴിഞ്ഞാലും നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ വലത്തോട്ടാണ് നീങ്ങി
നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡയല് അതിനെ സീറോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡയല് നിങ്ങൾ തിരിക്കേണ്ടത് വലത്തോട്ടാണ്. ആ എക്സ്പോഷർ മീറ്ററിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ തിരിക്കുന്നത്. കണ്ണിൽ നിന്നും ക്യാമറ എടുത്തിട്ട് ഡയല് തിരിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ഫ്രെയിം ആദ്യം ഫിക്സ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു മോഡലിനെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ മോഡലിന് എവിടെയാണോ മോഡൽ നിൽക്കുന്നത് ആ മോഡൽ ഫ്രെയിമിൽ വരുന്ന രീതിയിൽ ക്യാമറ പിടിക്കുക. അതിനുശേഷം ആ ഫ്രെയിം മാറാതെ ആ ഫ്രെയിമിൽ നിങ്ങൾ മോഡലിൽ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ ക്യാമറ കണ്ണിൽ വെച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? മോഡലിനെ നിങ്ങൾ കൃത്യം വേണ്ട സ്ഥലത്ത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പോഷർ മീറ്ററിലേക്ക് നോക്കുക. അത് ഇടതുവശത്തോട്ടാണ് നീങ്ങി നിൽക്കുന്നതെങ്കിൽ ISO അല്ലെങ്കിൽ അപ്പർച്ചർ, അതുമല്ലെങ്കിൽ ഷട്ടർ സ്പീഡ്, ഈ മൂന്നിലേതെങ്കിലും നിങ്ങൾക്ക് ഇടതുവശത്തോട്ട് തിരിച്ചിട്ട് എക്സ്പോഷർ മീറ്ററിനെ സീറോയിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഷട്ടർ റിലീസ് ബട്ടൺ അഥവാ ഫോട്ടോ എടുക്കാനുള്ള ആ ബട്ടൺ ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോട്ടോ കിട്ടും. ഇനി നിങ്ങൾ മോഡലിനെ അവിടെ നിർത്തിക്കഴിഞ്ഞു, എക്സ്പോഷർ മീറ്റർ വലത്തോട്ടാണ് നീങ്ങിക്കിടക്കുന്നതെങ്കിൽ ISO, അപ്പർച്ചർ, അതുമല്ലെങ്കിൽ ഷട്ടർ സ്പീഡ്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഡയല് നിങ്ങൾ വലത്തോട്ട് തിരിച്ച് ആ എക്സ്പോഷർ മീറ്ററിനെ സീറോയിലേക്ക് കൊണ്ടുവരാം. ഡയലുകൾ തിരിക്കുമ്പോൾ തന്നെ ആ മീറ്റർ പതുക്കെ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങി പോകാൻ തുടങ്ങും. ഇനിയിപ്പോൾ നിങ്ങൾ നോർമലി സീറോ അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും ഏതെങ്കിലും ഒരു കൺട്രോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ തിരിക്കുന്നതിന് ആനുപാതികമായിട്ട് നീങ്ങിപ്പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ക്യാമറ എടുത്ത് കണ്ണിന് വയ്ക്കുക, നേരെ എക്സ്പോഷർ മീറ്ററിലേക്ക് നോക്കുക. നിങ്ങളുടെ ഷൂട്ട് ചെയ്യേണ്ട ഭാഗം കൃത്യമായിട്ട് ഫ്രെയിം ചെയ്യുക. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സ്പോഷർ മീറ്ററിലേക്ക് നോക്കുക. എക്സ്പോഷർ മീറ്റർ ഇടതുവശത്താണെങ്കിൽ ISO അല്ലെങ്കിൽ അപ്പർച്ചർ, അതും അല്ലെങ്കിൽ ഷട്ടർ സ്പീഡിൻ്റെ ഡയൽ ഇടത്തോട്ട് തിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ വലത്തോട്ടാണ് നീങ്ങിക്കിടക്കുന്നതെങ്കിൽ ISO, അപ്പർച്ചർ, അതുമല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് വലത്തോട്ട് തിരിക്കുക. എങ്ങോട്ടാണോ മീറ്ററിൻ്റെ നീഡിൽ കിടക്കുന്നത് ആ ഭാഗത്തോട്ട് നിങ്ങളുടെ ഡയലുകൾ തിരിച്ചു കഴിഞ്ഞാൽ എക്സ്പോഷർ മീറ്റർ പതുക്കെ ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ അതിൻ്റെ നീങ്ങിയിട്ട് സീറോ പൊസിഷനിലേക്ക് എത്തും. ഇനി ഇതിനകത്ത് ഒരു മേജർ ചലഞ്ച് വരാറുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പോഷർ മീറ്ററിൻ്റെ നീഡിൽ നിങ്ങളുടെ ഫ്രെയിമിനകത്ത്, അതായത് വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ കാണില്ല. എക്സ്പോഷർ മീറ്ററിൻ്റെ നീഡിൽ മാത്രം അവിടെ കാണില്ല. അത് ക്യാനലിലാണ് അങ്ങനെ സംഭവിക്കാറില്ല. നിക്കോണിലാണെങ്കിൽ നിങ്ങളുടെ എക്സ്പോഷർ മീറ്ററിൻ്റെ എല്ലാ ഗ്രാഫും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മുഴുവനായി നിറഞ്ഞു കിടക്കുന്നത് കാണാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരുപാട് ലൈറ്റ് ഡിഫറൻസിലാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഇത് കൃത്യമായിട്ട് സീറോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ക്യാമറയിൽ വ്യൂ ഫൈൻഡറിൽ ഒന്നുകൂടെ എക്സ്പോഷർ മീറ്റർ സൂക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ നീങ്ങിക്കിടക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാകും. കാനൺ ക്യാമറയിലാണെങ്കിൽ കംപ്ലീറ്റ്ലി റൈറ്റ് സൈഡിലോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ എക്സ്പോഷർ മീറ്ററിനോട് ചേർന്നിട്ട് ഒരു ചെറിയ ആരോ മാർക്ക് വലത്തോട്ട് ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ കംപ്ലീറ്റ്ലി അണ്ടർ എക്സ്പോസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ സെറ്റിങ്സ് അത്രയും കൂടുതലാണെങ്കിൽ കംപ്ലീറ്റ്ലി ചിത്രം അണ്ടർ എക്സ്പോസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്പോഷർ മീറ്ററിൽ നീഡിൽ കാണില്ല. അതിന് പകരം ഇടത്തോട്ട് ഒരു ചെറിയൊരു ആരോ മാർക്ക് എക്സ്പോഷർ മീറ്ററിനും കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഡയൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നല്ല പോലെ ഇടതുവശത്തേക്ക് തിരിക്കുക. ഏത് ഡയലാണ് തിരിക്കേണ്ടത്? ഒന്നുകിൽ ഷട്ടർ സ്പീഡ് തിരിക്കാം, അല്ലെങ്കിൽ അപ്പർച്ചർ തിരിക്കാം, അതുമല്ലെങ്കിൽ ISO തിരിക്കാം. ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങളത് ഇങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ എക്സ്പോഷർ മീറ്റർ കറക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഡയൽ തിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ തിരിക്കുമ്പോൾ ശരിക്കും റിയാലിറ്റിയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എക്സ്പോഷർ മീറ്റർ സീറോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷട്ടർ സ്പീഡിൻ്റെ ഡയൽ നിങ്ങൾ ഇടത്തോട്ട് തിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഷട്ടർ സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ക്യാമറ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് 1/200 ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ ഒരു പൊടിക്ക് ഇടത്തോട്ട് നീങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ഷട്ടർ സ്പീഡിൻ്റെ ഡയൽ ഇടത്തോട്ട് ഒരു സ്റ്റെപ്പ് തിരിച്ചു വന്നു. അപ്പോൾ 1/160 എന്ന ഷട്ടർ സ്പീഡിലെത്തി. അതോടെ നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ സീറോയിലേക്ക് വന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 സ്റ്റെപ്പിൽ മൈനസിൽ പോയി കിടക്കുകയാണ് നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഷട്ടർ സ്പീഡ് ഇപ്പോൾ 1/200 ആണുള്ളതെങ്കിൽ അത് ഇടത്തോട്ട് തിരിച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ എക്സ്പോഷർ മീറ്റർ സീറോയിലേക്ക് എത്തുന്നത് അവിടെ നിർത്തുക. ഓക്കെ. അതുപോലെ തന്നെ എക്സ്പോഷർ മീറ്റർ വലത്തോട്ട് നീങ്ങിയിട്ട് ഓവർ എക്സ്പോസ് ആവുന്ന ഒരു ഇൻഡിക്കേഷൻ തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയൽ
ഷട്ടർ സ്പീഡിൻ്റെ ആണെങ്കിൽ ഷട്ടർ സ്പീഡിൻ്റെ അത് വലത്തോട്ട് തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഷട്ടർ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ്. നിങ്ങളിപ്പോൾ ക്യാമറ എടുക്കുമ്പോൾ 1/200 ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ 1/320 ആവും, വീണ്ടും തിരിച്ചാൽ 1/400 ആവും. അങ്ങനെ അത് പിന്നെ 1/500 ആവും, പിന്നെ 640 ആവും, 1/800 ആവും, 1/1000 ആവും, 1/1250 ആവും. അങ്ങനെ ഷട്ടർ സ്പീഡ് കൂടി വരും. ഇനി അപ്പർച്ചറിലാണെങ്കിലോ ഇടത്തോട്ട് തിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ക്യാമറ എടുക്കുമ്പോൾ നിങ്ങളുടെ അപ്പർച്ചർ സെറ്റിംഗ് f8 ആയിരുന്നു എന്ന് കരുതുക. നിങ്ങൾ അവിടുന്ന് ഇടത്തോട്ട് തിരിക്കുകയാണെങ്കിൽ അത് 7.1 ആവും, 6.3 ആവും, 5.6 ആവും, അതേപോലെ 4 ആവും, 5 ആവും, അതിനുശേഷം 4 ആവും, 3.5, 2.8 അങ്ങനെ അത് കുറഞ്ഞു വരും. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിലോ നിങ്ങൾ അപ്പർച്ചറിൻ്റെ ഡയൽ വലത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ 8 ഉണ്ടായിരുന്നത് മുകളിലോട്ട് കയറി 9, 10, 11, 13 അങ്ങനെ കയറി അത് 36 വരെ പോയിട്ട് നിൽക്കും. അതാണ് സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ ISO ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഡയൽ തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടത്തോട്ട് തിരിക്കുമ്പോൾ ISO നമ്പർ ഇൻക്രീസ് ആയി വരും. അതായത് 100 ഉണ്ടായിരുന്നത് 200 ആവും, 200-ൽ നിന്നും 400-ലോട്ട് പോകും, 400-ൽ നിന്നും 800-ലോട്ട് പോകും, 800-ൽ നിന്നും 1600-ലേക്ക് പോകും. അതങ്ങനെ കൂടി നിങ്ങളുടെ ക്യാമറയുടെ മുഴുവൻ റേഞ്ചിലേക്കും പോകും. അങ്ങനെ കൂട്ടുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പരിധി വിട്ട് നമ്മൾ ISO കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രെയിൻസ് വരും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ISOയിൽ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും 100 കഴിഞ്ഞാൽ 160 ഉണ്ടാവും, അതിനുശേഷമാണ് 200 വരുന്നത്. അതുപോലെ 320 ഉണ്ടാവും, അതിനുശേഷമാണ് 400 വരുന്നത്. അപ്പോൾ 80ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന എല്ലാ ISO നമ്പറും അത് വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത്തരക്കാർ ഉപയോഗിക്കുകയാണെങ്കിൽ വീഡിയോ ക്വാളിറ്റി കൂടുതൽ കിട്ടും എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 80, 160, 320, 640, 1250 ഇങ്ങനെയുള്ള ISO നമ്പറുകൾ ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. അത് ഉപയോഗിച്ചാൽ ഫോട്ടോ കിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോട്ടോ കിട്ടും. ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മനോഹരമായ ഫോട്ടോകൾ ഷൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൽ മാറി ഉപയോഗിക്കുന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ISO നമ്പർ എന്ന് പറയുന്നത് 100, 200, 400, 800, 1600, 3200, 6400, 12800, 25600 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ നമ്പറുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പറും ഉപയോഗിക്കാം. അതേപോലെ ഷട്ടർ സ്പീഡിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷട്ടർ സ്പീഡ് 100 കഴിഞ്ഞാൽ 160 വരുന്നത്, 125 വരും, അതിനുശേഷം 160, പിന്നീട് 200, പിന്നെ 320, അങ്ങനെ പിന്നെ 400, അങ്ങനെ പല നമ്പേഴ്സും വരുന്നുണ്ടാവും. ഇതൊക്കെ തന്നെ പലതും വീഡിയോയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന മിക്ക DSLR ക്യാമറകളിലും ഫോട്ടോയും വീഡിയോയും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് പല സെറ്റിങ്സും വീഡിയോനും വേണ്ടി മാത്രമായിട്ടുള്ള സെറ്റിങ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് മാറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ കിട്ടില്ല എന്ന കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ സെറ്റിങ്സ് എല്ലാം തന്നെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ക്യാമറ എടുത്തു, ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഫോട്ടോ ഒരു പക്ഷേ നിങ്ങൾ എക്സ്പോഷർ മീറ്റർ കൃത്യമാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ ചില സമയത്ത് ചില സെറ്റിങ്സുകൾ മാറിയത് കാരണം നിങ്ങൾക്ക് ഇരുണ്ടതോ അല്ലെങ്കിൽ ഓവർ വെളുത്തതോ ആയ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം. അതിൽ നിങ്ങൾ ചെയ്തതിലുള്ള മിസ്റ്റേക്കാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ക്യാമറയുടെ ആന്തരികമായ പല സെറ്റിങ്സിലും ഇനിയും നമുക്ക് മാറ്റം വരുത്താനുണ്ട്. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സെറ്റിങ്സിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടും കറക്റ്റ് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ചിത്രം പകർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരെയും നിങ്ങൾ ഈ ഒരു സെറ്റിങ്സുമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, എങ്ങനെയാണ് എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന്. അപ്പോൾ വീണ്ടും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു സീനിലോട്ട് ഒരു ഭാഗത്തോട്ട് ക്യാമറ തിരിച്ചിട്ട് വീണ്ടും എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. വീണ്ടും അടുത്ത ഒരു ഫോട്ടോ എടുക്കുക. അങ്ങനെ തുടർച്ചയായിട്ട് എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഷട്ടർ സ്പീഡ് മാത്രം കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പോഷർ മാറ്റരുത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഷട്ടർ സ്പീഡ് മാറ്റിയിട്ടാണ് എക്സ്പോഷർ കറക്റ്റ് ചെയ്തതെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ നിർബന്ധമായിട്ട് അപ്പർച്ചർ മാറ്റിയിട്ട് എക്സ്പോഷർ കറക്റ്റ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഏത് കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഷട്ടർ സ്പീഡ് മാത്രം തിരിക്കുന്ന ഒരാളായി മാറിപ്പോകരുത്. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി എന്നാൽ ഈ 3 സെറ്റിങ്സും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ ചിത്രം ഷട്ടർ സ്പീഡ് ഉപയോഗിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ ചിത്രം നിങ്ങൾ അപ്പർച്ചർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ ചിത്രം ISO ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു സെറ്റിങ്സിൻ്റെ പരിധിയിലെത്തിക്കഴിഞ്ഞാൽ മാത്രം അടുത്ത സെറ്റിങ്സ് ഉപയോഗിക്കുക. ആദ്യം നിങ്ങൾ ഷട്ടർ സ്പീഡ് ഉപയോഗിച്ചിട്ട് എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് കൊണ്ടുവന്നു.
പിന്നീട് അപ്പർച്ചർ ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെയാണ് കൊണ്ടുവരിക എന്ന് നോക്കി. മൂന്നാമത് ISO ഉപയോഗിച്ചിട്ട് എക്സ്പോഷർ മീറ്റർ എങ്ങനെ 0യിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കിയിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 കൺട്രോൾസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇനി നിങ്ങൾ പരീക്ഷിക്കേണ്ടത്. അതായത് നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ -1 എന്ന ഒരു ലെവലിലാണ് പോയി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഷട്ടർ സ്പീഡ് ഒരു സ്റ്റെപ്പ് ഇടത്തോട്ട് തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ ഒരു സ്റ്റെപ്പ് വലത്തോട്ട് കയറി വരും. അതിനുശേഷം നിങ്ങളുടെ അപ്പർച്ചർ ഒരു സ്റ്റെപ്പ് ഇടത്തോട്ട് തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് എത്തും. ഇതേപോലെ 2 കൺട്രോൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫോട്ടോഗ്രാഫി പരിശീലിക്കുക. ഷട്ടർ സ്പീഡ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കി ഭാഗം അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ കുറച്ച് അടുത്തൊരു ഫോട്ടോയിൽ നിങ്ങൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പർച്ചർ പകുതി ഇപ്പോൾ 2 സ്റ്റെപ്പ് പ്ലസ് ഉണ്ടെങ്കിൽ അപ്പർച്ചർ ഒരു സ്റ്റെപ്പ് കയറ്റുക, എന്നിട്ട് ISO ഒരു സ്റ്റെപ്പ് കയറ്റുക. അതായത് ISO നമ്പർ ഒരു സ്റ്റെപ്പ് കുറക്കുക. ഇങ്ങനെ നിങ്ങൾ 2 കോമ്പിനേഷൻസ് പരമാവധി പരീക്ഷിക്കുക. ഓരോ സിറ്റുവേഷനിലും ഒരു അപ്പർച്ചറോ ഷട്ടർ സ്പീഡോ ISO മാത്രം തിരിച്ചിട്ട് ഒറ്റപ്പെട്ട് തിരിക്കാതെ 2 സെറ്റിങ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നിങ്ങൾ പരീക്ഷിക്കുക. ഓരോ ചേഞ്ചസ് വരുത്തുക. ഇനി ഇൻ കേസ് നിങ്ങൾ എക്സ്പോഷർ മീറ്റർ നിങ്ങൾ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് എത്തി എന്ന് കരുതുക. ഇനി അപ്പർച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പർച്ചറിൽ ഇപ്പോൾ ഉള്ള വാല്യൂ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ISO അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് അത് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് 0യിലേക്ക് കൊണ്ടുവരുന്ന മെത്തേഡുകൾ പരീക്ഷിക്കുക. അതായത് 2 കൺട്രോൾസിനെ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇത് 2ാം ഘട്ടമാണ്. 3ാം ഘട്ട പരിശീലനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് 3 കൺട്രോൾസും പരമാവധി ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ ഒരു 3 സ്റ്റെപ്പ് ഇടത്തോട്ട് പോയി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പിന് ഷട്ടർ സ്പീഡ് കുറക്കുക, മറ്റൊന്ന് ഒരു സ്റ്റെപ്പ് അപ്പർച്ചർ കുറക്കുക, മൂന്നാമത് ISO നമ്പർ ഒരു സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് വരും. അതുപോലെ അതിൻ്റെ വിവിധ തരം കോമ്പിനേഷനുകളിൽ പരിശ്രമിച്ചിട്ട് 3 കൺട്രോൾസും കയ്യിൽ എപ്പോഴും ഒരു ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 3 കൺട്രോൾസും വെച്ചിട്ട് തന്നെ നിങ്ങൾ എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് കൊണ്ടുവരിക. ഒരിക്കലും ഒരു കൺട്രോളോ 2 കൺട്രോളോ മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യരുത്. നമ്മൾ ഇനി റിയൽ ഫോട്ടോഗ്രാഫിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഈ 3 കൺട്രോൾസ് നമ്മളെ കയ്യിൽ പെട്ടെന്ന് വരണം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ 1 കൺട്രോൾ വെച്ചിട്ട്, അതായത് ഒന്നുകിൽ അപ്പർച്ചർ അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് അല്ലെങ്കിൽ ISO എന്നുള്ള രീതിയിൽ ആദ്യം പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 തമ്മിൽ കമ്പൈൻ ചെയ്യുക. ഒന്നുകിൽ ഷട്ടർ സ്പീഡും ISOയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് അത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് എക്സ്പോഷർ മീറ്റർ 0യിൽ കൊണ്ടുവരിക. അതുപോലെ ഷട്ടർ സ്പീഡും അപ്പർച്ചറും തമ്മിൽ കമ്പൈൻ ചെയ്യുക. അതേപോലെ അപ്പർച്ചറും ISOയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് അത് രണ്ടും ഒന്നിച്ച് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് കൊണ്ടുവരിക. 3ാമത്തെ ലെവലിൽ നിങ്ങൾ 3 കൺട്രോൾസ് ഉപയോഗിച്ചിട്ട് പരമാവധി എല്ലാ ഷൂട്ടിലും നിങ്ങൾ മാക്സിമം ഫോട്ടോസ് എടുക്കുക. എല്ലാ സിറ്റുവേഷനിലും ഓരോ ഭാഗത്തോട്ട് നിങ്ങൾ ക്യാമറ തിരിക്കുമ്പോഴും ഈ 3 കൺട്രോൾസ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങളുടെ എക്സ്പോഷർ കൃത്യമാക്കുക. ഈ സമയം കൊണ്ട് ഏകദേശം 3 കൺട്രോളുകളും പരസ്പരം മാറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഒരു ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കൃത്യമാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 3 കൺട്രോൾസ് ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് തുടങ്ങിയത് മുതൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും തന്നെ പരമാവധി ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങളൊരു ഓൺസൈറ്റ് ഷൂട്ടാണ് ചെയ്യുന്നത്, അവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിരിക്കുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിൽ എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് സമയത്തും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടുക.